നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. 2026 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും. നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, ഏത് ഭരണപരമായ നടപടികൾ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ക്യാബിനറ്റ് അത് തീരുമാനിക്കും. എനിക്കറിയാം നിങ്ങൾ തോക്കില്ല. ആശാ വർക്കർമാരുടെ സമരത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ നടത്തിയ പ്രസംഗമാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് 2026 UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ആശാ വർക്കർമാരുടെ ആവശ്യം അംഗീകരിക്കും എന്നാണ്. എന്തായിരുന്നു ആശാ വർക്കർമാരുടെ ആവശ്യം? ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിമാസ അലവൻസ് 21,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നാണ്. 21,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്ന്. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 9,000 രൂപയാണ്. ഒന്നാം പിണറായി സർക്കാർ 2016 അധികാരമേൽക്കുമ്പോൾ അത് വെറും 1000 രൂപയായിരുന്നു എന്നോർക്കണം. 1000-ൽ നിന്നാണ് 9,000 രൂപയായി വർദ്ധിപ്പിച്ചത്. 8,000 രൂപയുടെ വർധനവ്. UDF സർക്കാർ അധികാരത്തിൽ വന്നു. VD സതീശൻ മുഖ്യമന്ത്രിയായി. അദ്ദേഹം വാക്കുപാലിച്ചു എന്നാണ് പറയുന്നത്. വാക്കുപാലിച്ചിട്ടില്ല, ഘട്ടം ഘട്ടമായി പാലിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഇങ്ങനെയാണ് വാർത്താ സമ്മേളനത്തിൽ: കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് അനുസരിച്ച് വർദ്ധിപ്പിച്ചു നൽകും എന്ന് വെച്ചാൽ ഈ സർക്കാരിന്റെ കാലത്ത്, UDF സർക്കാരിന്റെ കാലത്ത് 21,000 രൂപയിലേക്ക് എത്തിക്കുമോ എന്നതാണ് അറിയാനുള്ളത്. എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് VD സതീശൻ. വാക്കുപാലിക്കുന്ന ആളാണ് ഞാൻ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സാമ്പത്തിക പരാധീനതയുടെ കാര്യം പറഞ്ഞ് മാറ്റിവെക്കുമോ എന്നത് ഇനി അറിയാനുള്ളൂ. എന്തുകൊണ്ടാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ 21,000 രൂപയായി വർദ്ധിപ്പിക്കാതിരുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. 8,000 രൂപ വർദ്ധിപ്പിച്ച പിണറായി വിജയൻ മഹാമോശക്കാരനും 3,000 രൂപ വർദ്ധിപ്പിച്ച VD സതീശൻ മഹാനുമാകുന്ന കോമഡിയാണ് നമുക്ക് ഇനിയിപ്പോൾ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുക. വാക്കുപാലിച്ച് VD സതീശൻ ആശാ വർക്കർമാർക്ക് വേതനം വർദ്ധിപ്പിച്ചു തുടങ്ങിയ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരാൻ പോകുന്നത് അത് തന്നെയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഒന്ന്, വയോജന വകുപ്പ് രൂപീകരിക്കും എന്നതാണ്. അതിന് വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും വരുന്നില്ല വകുപ്പ് രൂപീകരിക്കാൻ. ഏതെങ്കിലും ഒരു സെക്രട്ടറിക്ക് IAS ചുമതല കൊടുത്ത് വകുപ്പ് രൂപീകരിക്കുകയും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് സംബന്ധിച്ച് പഠനം നടത്തുകയും ചെയ്യുക എന്നതാണ്. ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ കൃത്യമായി നൽകുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എങ്കിലും വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വകുപ്പ് കൂടി അധികം രൂപീകരിച്ചു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ നീക്കം നടത്തുമോ, ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. നമുക്ക് കാത്തിരിക്കാം. മറ്റൊന്ന്, ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. എവിടെയും KSRTCയിൽ യാത്ര ചെയ്യാം. സ്കൂളിൽ പോകാം, ടൂർ പോകാം, അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകാം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായും സൗജന്യ യാത്രയാണ്. അതിലൊരു വ്യത്യാസമില്ല. ഓർഡിനറി എന്നോ സൂപ്പർ ഫാസ്റ്റ് എന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ KSRTC ബസ്സിലും സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം എന്നാണ് പറഞ്ഞത്. വാഗ്ദാനം ജൂൺ 15 മുതൽ നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മെയ് 15 നടപ്പാക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ സർക്കാർ രൂപീകരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ സർക്കാർ രൂപീകരിച്ചു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. ജൂൺ 15 മുതൽ നടപ്പാക്കും. എങ്ങനെ നടപ്പാക്കും എന്ന ചോദ്യത്തിന് മാത്രം VD സതീശൻ മറുപടി പറഞ്ഞില്ല. ആര് പണം കണ്ടെത്തും? എല്ലാ ബസ്സുകളിലും എല്ലാവർക്കും സൗജന്യ യാത്രയാണോ? അതല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സൗജന്യ യാത്ര അനുവദിക്കില്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാ വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ പരിശോധിച്ച് അറിയിക്കും. മാധ്യമപ്രവർത്തകരെയാണ് ആദ്യം അറിയിക്കുക എന്നാണ് VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും നടപ്പാക്കുക എന്നത്. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ തീരുമാനിക്കും എന്ന് പറഞ്ഞ ആശാ വർക്കർമാരുടെ വേതനം 21,000 രൂപയാക്കുക എന്നത് നടപ്പാക്കിയില്ല. കേവലം 3,000 രൂപ വർദ്ധിപ്പിച്ച് അത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി KSRTCയിലെ സൗജന്യ യാത്ര എന്തൊക്കെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപ്പാക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ജൂൺ 15 വരെ നമുക്ക് കാത്തിരിക്കാം.